കുത്തമ്മേ കുത്ത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചു. ഇത് ഇവിടെ ആണോ? അല്ല, അത് കഴിഞ്ഞിട്ട് വേറെ ഉണ്ട്. ഇപ്പൊ സിനിമയിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലിയുള്ള ഒരുപാട് പോലീസുകാരന്മാർ സിനിമ അഭിനയിക്കുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് ആവശ്യം നോക്കിക്കൂടെ? ബെസ്റ്റ്. അതിന് അവനെ അഭിനയിക്കാൻ അറിയാവോ? കോളേജിൽ നാടകത്തിലോ എന്തിനൊക്കെ അഭിനയിച്ച നാടകത്തിനൊക്കെ നല്ല ആമ്പിള്ളേര് വന്ന് അഭിനയിച്ചിട്ട് അവനെ അഭിനയിക്കാനൊന്നും അറിയാൻ പാടില്ല. എന്ത് അറിയാവോ? പിന്നെ അഭിനയിച്ചത് എന്താ അഭിനയിച്ചപ്പോ? അവൻ അഭിനയിക്കാൻ അറിയത്തില്ല. തങ്കച്ചേട്ടത്തി പറഞ്ഞപ്പോ ദേഷ്യം ഉള്ളിൽ ഇതൊക്കെ നോക്കി കണ്ടില്ലേ? അതറിയാതെ വന്നത്. ഇനി ഒന്ന് കാണിച്ചു നോക്കാൻ പറഞ്ഞ്. ഇനി ഒന്ന് കാണിച്ചു നോക്കിയേ. എങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഒന്നുകൂടെ പറ. ദേഷ്യപ്പെടുത്തൊന്നുകൂടെ പറ. അവനൊന്നും അഭിനയിക്കാൻ അറിയാൻ പാടില്ല കേട്ടോ. എടാ, ഇവൻ അഭിനയിക്കാൻ അറിയായിരുന്നെങ്കിൽ ആ കഥാപ്രസംഗം ഒന്നുമില്ല. കഥാപ്രസംഗം കാണിക്കാൻ പോയിട്ട് കർട്ടൻ വരച്ചത് ആൾക്കാരെ കണ്ടിട്ട് നീ തലയിറങ്ങി വീഴോ? അത് എത്ര വർഷം മുമ്പ്. ഇപ്പൊ പ്രതികളുമായിട്ടും രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ സംവദിച്ച് പല പല തലങ്ങൾ പഠിച്ചു. അതൊക്കെ ജന്മസിദ്ധമായിട്ട് കിട്ടണം. എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ എനിക്ക് മേടിച്ചതാ. ഞാൻ അഭിനയിച്ച് രക്ഷപ്പെടും. ആണ് പോവോ? പിന്നെ പോകാണ്ട്. അങ്ങനെ പുതുമുഖ നായകന്മാരുടെ അമ്മവേഷങ്ങളിലേക്ക് ആളെ ക്ഷണിക്കുന്നുണ്ട്. എന്റെ ഓഡിഷന്റെ ഫോട്ടോ ഞാൻ കണ്ടു. അയ്യേ, നായകന്റെ അമ്മയാവൻ. അതിനെനിക്ക് എത്ര വയസ്സുണ്ടാ? എന്റെ മോക്ക് എത്ര വയസ്സുണ്ട്? 18. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ കല്യാണം കഴിച്ചു പോയതുകൊണ്ട്. ഇത് സ്ഥിരം സിനിമാടിമാരുടെ ഇന്റർവ്യൂ കണ്ടിട്ടില്ലടാ. ഇത്രയും വലിയ കുട്ടിയുണ്ടോ? ഇല്ല, ഞാൻ 13ാമത്തെ വയസ്സ് കല്യാണം കഴിച്ചതാണ്. അമ്മയാണെങ്കിൽ വേണമെങ്കിൽ സത്യം പറഞ്ഞ ആ രഹസ്യം പറയട്ടെ? അമ്മ പറയട്ടെ, മുത്തവള മോളല്ല. ഇവക്ക് 12 വയസ്സുള്ളപ്പോ ഒരു കുഞ്ഞിനെ കളഞ്ഞിട്ട് എടുത്തുണ്ടെന്ന് വളർത്തി. അങ്ങനെ പ്രായം കുറയട്ടെ. പിന്നെ പ്രായം കുറെ. എന്നെ കണ്ട അത്ര പ്രായമൊന്നും തോന്നിക്കൂല. ഇത് വലിയ പ്രായമൊന്നും അല്ല. ഈ നസ്ലിൻ അങ്ങനെയുള്ള പയ്യന്മാരില്ലേ, അവരുടെ അമ്മമാരായിട്ട്. എന്നാലും വേണ്ട, ഒരു 10 or 5 വയസ്സുള്ള പിള്ളേരുടെ അമ്മയായിട്ട് അഭിനയിക്കും. 10 or 5 വയസ്സുള്ളത് അങ്ങനെ നായകനാവും കുഞ്ഞെന്നല്ലേ പറയാൻ പറ്റും? വേണ്ടെന്നേ, എനിക്കൊരു നിർബന്ധവും ഇല്ല. ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കട്ടെ. പിന്നെ വിളിക്കാൻ നിൽക്കിയല്ലേ? ഗിരിജായനും പെണ്ണും വരുന്നുണ്ട്. പെരുന്നാക്ക് രാവിലെ വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി. ആരാ ഇത്? പുതിയ ടൈപ്പിലാണല്ലോ മുടി കെട്ടിയേക്കണേ. കൊള്ളാലോ. ഇത് പറയാതെ ഇറങ്ങി വൈകുന്നേരമായിട്ട്. ഞാനേ സന്തോഷമുള്ള ഒരു കാര്യം ചേച്ചിയോട് പറയാൻ വേണ്ടി വന്ന. പിന്നെ നമ്മളെ മാറി എന്താന്ന് കാര്യം? ആ കുളത്തിന്റെ സൈഡിലുള്ള എന്റെ ഒരു 30 സെന്റ് സ്ഥലമില്ലേ, അത് മേടിക്കാൻ വേണ്ടിട്ട് ഒരാള് വന്നിട്ടുണ്ട്. അപ്പൊ അതങ്ങോട്ട് കൊടുക്കാലോ എന്ന് കരുതിയിരിക്കാം. പിന്നെ അവർക്ക് എന്റെ 30 സെന്റിന്റെ മുമ്പിൽ ചേച്ചിയുടെ ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടല്ലോ, അതും വാങ്ങിയാ കൊള്ളാന്നുണ്ട്. അപ്പൊ അതും കൂടി കൊടുക്കാൻ പറ്റിയാ നല്ലതല്ലേ? അല്ലേ? സ്ഥലങ്ങനെ വെറുതെ ഇട്ടിട്ട് കാര്യമില്ലേ? എന്താ കനകന്റെ അഭിപ്രായം? ചേച്ചി അത് കൊടുക്കണോണ്ട്? എന്റെ അഭിപ്രായം അമ്മയുടെ അവസ്ഥയല്ലേ, അമ്മയുടെ ഇഷ്ടം പോലെ ചേട്ടാ. അല്ല അതെ, പക്ഷെ അപ്പൊ അമ്മ 2 മക്കള് പറഞ്ഞല്ലാണ്ട് തങ്ക എന്താ പറയണത്? കൊടുക്കണോണ്ട് കുഴപ്പമുണ്ടോ? അവൻ പറഞ്ഞ അമ്മ തീരുമാനിക്കട്ടല്ലേ. എന്താ വെച്ചാൽ 5 സെന്റായിട്ട് കൊടുത്താലാ? അല്ല, ആ വസ്തു അവിടെ വെറുതെ ഇട്ടിരുന്നിട്ട് എന്താ കാര്യം? കൊടുത്താ 10 കാശ് കയ്യിലിരിക്കും. ഞാനൊന്ന് ആലോചിക്കട്ടെ കേട്ടാ. ഓ മതി മതി, ആലോചിച്ചിട്ട് മതി, എടുത്ത് ചാടിയിട്ടൊന്നും വേണ്ട. അല്ല അങ്ങനെയാണെങ്കിൽ അതങ്ങോട്ട് കൊടുത്താലേ സ്ഥലം വിറ്റ് അപ്പൊ 10 കാശ് കയ്യിൽ വരാൻ പോവാണ് ആങ്ങളുടെയും പെങ്ങളുടെയും കയ്യില്. അങ്ങനെയാണെങ്കിൽ ഈ സന്തോഷത്തിൽ ചെലവ് ചെയ്യണം. പിന്നെ അപ്പൊ ഇപ്പൊ അട ഉണ്ടാക്കിയത് അത് ഇപ്പൊ ദഹിക്കത്തില്ലേ? ബേക്കറി പോയി നമുക്ക് കുറച്ച് കട്ട്ലറ്റ് മുട്ടപ്പൂസൊക്കെ മേടിക്കും. അതെ. പിന്നെ വേണ്ടമ്മാവാ. അല്ല ഞാൻ പറഞ്ഞ പോലെ മേടിച്ചോട്ടെ, അത് കുഴപ്പമില്ല. പിള്ളേർക്കെല്ലാം മേടിക്കണ്ട, പിള്ളേർ സന്തോഷത്തിൽ പങ്കുവെച്ചു. ചോദിച്ചില്ലല്ലോ, അവർക്കാണ് ഞാൻ സംസാരിച്ചല്ലോ. അത് മതി, 500 മതി. റൊണാൾഡേ, എടാ മധുര സേവ കിട്ടുമെങ്കിൽ മേടിച്ചിട്ട് വന്നേക്കടാ. മധുര സേവ ഞാൻ തോന്നുന്നു. ഇത് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. സീറ്റ്സ് മേടിക്കാൻ ബേക്കറി പോവാ. സീറ്റ്സാ? സീറ്റ്സ് മേടിക്കാൻ ഇവിടെ എന്താ വിശേഷം? അവിടെ അമ്മാവൻ അമ്മയുടെ വസ്തു വയ്ക്കുന്നു. അപ്പൊ ആ സന്തോഷ നിമിഷം പങ്കിടാൻ വേണ്ടി മധുരം മേടിക്കാൻ പറഞ്ഞു. അമ്മയുടെ വസ്തു വയ്ക്കണം? അതെങ്ങനെ അമ്മാവൻ അമ്മയുടെ വസ്തു വയ്ക്കും? അതിനാ എടാ, അതിന് മക്കളെയൊക്കെ അനുവാദം വേണ്ടേ? ചുമ്മാ കയറി വിൽക്കാൻ പറ്റുമോ അമ്മാവന്? മക്കൾ അനുവാദം കൊടുത്തല്ലോ. ഞാൻ കൊടുത്തിട്ടില്ല. മച്ചമ്പേന് മരുമോനല്ലേ, മരുമോൻ അനുവാദത്തിന് മക്കളായ തങ്കം ചേട്ടത്തെയും കനക മച്ചമ്പി അമ്മാവൻ അനുവാദം കൊടുക്കും. ഡേ അമ്മ എന്നെ മോനെ പോലെയാണ് കാണുന്നത്, ഞാൻ അമ്മയെ പോലെയാണ് കാണുന്നത് കേട്ടാ.
പക്ഷെ അമ്മ അങ്ങനല്ല കണ്ടേക്കണമെങ്കിലോ പരിമോനെ പോലെ ആണെങ്കിലോ എല്ലാവരും അച്ഛമ്മ വിളിക്കത്തില്ല. നീ ചുമ്മാര് അത് അമ്മയ്ക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയായിരിക്കും. അല്ല ഞാൻ അറിയാതെ അതെങ്ങനെ കൊടുക്കും ആ വസ്തു? അറിഞ്ഞോ അറിഞ്ഞില്ലയോ അതെനിക്കറിയത്തില്ല. പക്ഷെ 2 ദിവസം കച്ചവടം. ഇത് വസ്തു ഏത്? അവിടെ കണ്ട് കുളത്തിന്റെ അവിടെ കണ്ട് അമ്മാവന് 30 സെന്റ് വസ്തു ഉണ്ടോ? ഓ, അതിനോട് ചേർന്ന് അമ്മയ്ക്ക് 5 സെന്റ് ഉണ്ടോ? അത് രണ്ടും കൂടെ ചേർത്ത് ഒരാൾ മേടിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ വസ്തു ഒന്നും അങ്ങനെ കൊടുക്കാനൊന്നും പറ്റൂല. പിന്നെ അതറിയത്തില്ല, പക്ഷെ അത് കച്ചവടമാവും. നടന്ന പോലെ തന്നെ. അമ്മയെ കരുവാക്കിയിട്ട് അങ്ങനെ കച്ചവടം ചെയ്യാൻ. അല്ല ഇതവിടെ തിരിച്ചു പോവാ. എനിക്ക് പോയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സീറ്റ്സ് വേണ്ടേ? സീറ്റ്സും നീ കരുതി വെച്ചോ. അതിനാ ഞാൻ കുറച്ച് എരിവും പുളിയും കൂടെ കൊണ്ടുവരണുണ്ട്. ശരിയും മുടിയോ നിങ്ങളുള്ള സാധനം മേടിച്ചാ പോരെ? അമ്മ എന്നിട്ട് ഗിരായമാവിൻ്റെ അടുത്ത് എന്തോ പറഞ്ഞമ്മ? ഞാൻ ആലോചിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. ആലോചിക്കാന്നല്ലേ പറഞ്ഞു, കൊടുക്കാന്നൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ബുദ്ധി, അത് മതി, അങ്ങനെ മതിയാ. നമുക്ക് ആലോചിക്കാനുണ്ട്. അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ടാവും. ഒരു കാര്യമില്ല അമ്മയ്ക്ക് ചുമ്മാ തങ്ക നീ ചുമ്മാ ഒന്നും അറിഞ്ഞുകൊടുക്കുന്ന സംസാരിക്കും. അമ്മ ഇത് ഈ സ്ഥലം ആരതാണ്? ഇത് മുത്തുരാമ മാമൻ്റെ നല്ല സമയത്ത് അധ്വാനിച്ച് വാങ്ങിച്ച സ്ഥലം ഇല്ലേ? അന്ന് മാമനത് കഷ്ടപ്പെട്ട് അത് അമ്മയ്ക്ക് അറിയാമല്ലോ. അറിയാം. ആ വാങ്ങിയ സ്ഥലമാണ്. അപ്പം അത് നിസ്സാരം ഒരാൾ വന്ന് പറഞ്ഞ്, ഒരാളല്ല ആളാണ് ഇപ്പം അമ്മയുടെ ആങ്ങളെയാണെന്ന് വെച്ചോ, വന്ന് പറഞ്ഞ ഉടനെ അതങ്ങ് ഒന്നും നോക്കാതെ കൊടുക്കാൻ എങ്ങനെ നമ്മൾ കൊടുക്കും അമ്മ? അത് അതല്ലടാ, അപ്പൊ ആ 5 സെന്റ് അവിടെ ഇരുന്നിട്ട് എന്തോ കാര്യമാണ് നടക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ കൂടെ എനിക്കും കൂടെ കിട്ടൂല്ലോ. അതില് കാര്യം ഇല്ലാതില്ലമ്മേ. ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഗുട്ടൻസ്. അമ്മേ, ഇപ്പൊ ഗിരായ മാമന്റെ സ്ഥലം പുറകെ കിടക്കണം 30 സെന്റ്. അതിന് വഴിയില്ല. അമ്മയുടേത് റോഡ് സൈഡിൽ കിടക്കണ പൊന്നും വിലയുള്ള 5 സെന്റ് സ്ഥലം ഇല്ലേ? അപ്പൊ ഈ സ്ഥലം, അതായത് ഗിരായ മാമന്റെ ഈ സ്ഥലത്തിന്റെ കൂടെ ഈ സ്ഥലം കൂടെ ചേർത്തങ്ങ് വിറ്റ പുറകെ കിടക്കണ 30 സെന്റിന് നല്ല വില കിട്ടും ഇല്ലേ? ചുമ്മാ ഓരോന്ന് ഊഹിച്ച് വെറുതെ വഴക്കുണ്ടാക്കാൻ നിക്കല്ലേ ക്ലീറ്റോ. ഒന്നുമില്ലമ്മേ. ഇവിടെ ആര് വഴക്കുണ്ടാക്കി? ഞാൻ എല്ലാം അന്വേഷിച്ചു, ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ആ സ്ഥലത്തിന് അവിടെ പോയി എല്ലാം പഠിച്ചിട്ടാണ് ഞാൻ ഈ പറയണത്. ഒരു അറിവ് അമ്മയ്ക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് എന്ത് തെറ്റമ്മ? നല്ല കാര്യമല്ലേ പറഞ്ഞു. അല്ല അപ്പൊ ക്ലീറ്റോ എന്താ പറയണത്? അമ്മാവന്റെ സ്ഥലത്തിന് വഴി കിട്ടാൻ വേണ്ടിട്ടാണ് അമ്മയുടെ സ്ഥലം കൂട്ടിച്ചേർക്കണെന്നാ? സംശയമുണ്ടോ ആ കാര്യത്തിൽ? പിന്നല്ലാതെ ഇല്ല, ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാ അമ്മ ഇപ്പൊ ഓടിപ്പടച്ചു വന്നിട്ട് ഇത് വിൽക്കണമെന്ന് പറയേണ്ട കാര്യം എന്താണ്? ഈ അമ്മയുടെ അമ്മാവനല്ല ആവശ്യം, അവര് ചോദിച്ചതാന്ന്. അവര് ചോദിച്ചെങ്കിലും അപ്പൊ പറയണം അത് അമ്മയുടെ ആണ്, അത് കൊടുക്കണില്ല എന്ന് പറയണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? പറഞ്ഞാ അമ്മാവിന്റെ സ്ഥലത്തിന് വില കിട്ടൂല. ഒരൊറ്റ കാര്യം മതിയിട്ടാ കുടുംബാലം ഉണ്ടാകാൻ. എന്ത് കുടുംബാലം ഉണ്ടാവാൻ? തങ്കം, എനിക്കറിയാൻ വയ്യാത്ത ഒരു കാര്യം പറഞ്ഞു തരാൻ ഞാൻ നാട്ടിൽ പോയി ചോദിക്കണോ? എന്റെ ഇത് പൊതുപ്രവർത്തനമായിട്ട് നടക്കുന്ന ഒരാളിന് അറിയാവുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ കുടുംബശ്രീയായിട്ട് നടക്കുന്ന നിനക്കൊന്നും അറിയാൻ പറ്റില്ല. ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്ലാനിങ് ഉണ്ട്. ഇത് എനിക്കറിയാം, ഇതൊക്കെ അമ്മയുടെ ബ്രെയിൻ ആയിരിക്കും. അവരിച്ചിരി ഇതാണ് അമ്മ. അതെ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറയാനുള്ളത് ഞാൻ വേറൊന്നുമല്ല, സംഗതി നമ്മളെ മാമനൊക്കെ തന്നെയാണ്, അമ്മയുടെ സഹോദരനാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഇത് പിന്നെ ഈ 5 സെന്റ് ഇട്ടിരുന്ന എന്നെങ്കിലും ഒരു കാലത്ത് അമ്മയ്ക്ക് അവിടെ ഒരു ചെറിയ വീട് വെച്ച് താമസിക്കണമെന്ന്. അതായത് മാമൻ കഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പം മാമൻ മേളിൽ ഇരുന്ന് കാണുന്നുണ്ടാവും ഈ സ്ഥലം ഇവിടെ എന്താണ് അമ്മ ചെയ്യണേന്നൊക്കെ നോക്കിയിട്ടിരുന്ന് അവിടെ നിന്ന് ശപിക്കും അമ്മേ. അപ്പം മാമന് ദോഷമാവില്ല. അതുകൊണ്ട് ഞാൻ പറയണത് ഇത് അമ്മ അവിടെ ഒരു ചെറിയ വീടൊക്കെ വെച്ച് ഭാവിയിൽ എപ്പോഴെങ്കിലും കിടക്കാം എന്നങ്ങ് പറഞ്ഞോ ഗിരായ മാമൻ്റെ അടുത്ത്. അത് മനുഷ്യൻ അത് തന്നെ, ഞാൻ അങ്ങനെ പറയാം. വെറുതെ ഈ പറഞ്ഞ മാതിരി മുത്തരാമാമൻ്റെ ശാപം വാങ്ങിച്ച് കെട്ടണ്ട. മാമന് സങ്കടം, മാമൻ കെട്ടപ്പെട്ട സ്ഥലമല്ലേ. ഞാനിപ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സ്ഥലം എങ്ങനെ പെട്ടെന്ന് നീ വിൽക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും? അത് സമ്മതിക്കൂല, ആരും സമ്മതിക്കത്തില്ല. പല കാര്യങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്, നിനക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് നിന്റെ. അതാണ് പറഞ്ഞത്. ഒരു വാക്ക് പറയും, പിന്നെ വേറൊരു വാക്ക് പറയും. ഓരോരു കൂടപ്പുറപ്പാണ്, അതിന് ഗുണമുള്ളതാണ്. നന്ദ വണ്ടിച്ച ചെയ്ത് കൊടുക്കുക, അതല്ല സ്വന്തം സ്വത്ത് കയ്യിലുള്ള എൻ്റെ അഹങ്കാരം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ചേച്ചിക്ക് വസ്തു കൊടുക്കാൻ താല്പര്യമില്ല, കൊടുക്കുന്നില്ല. വേണ്ടടി, കൊടുക്കട്ട. പക്ഷെ പറഞ്ഞ വാക്ക് മാറ്റണം എന്തിനാ? ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞ്? കുറച്ച് കാശ് കൈ കിട്ടണല്ലേ, ആലോചിക്കാം. ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞത് അവരോട്. അത് ഇപ്പം കച്ചവടം നടക്കുന്നു അല്ലേ? പിന്നെ വാക്കാണ്ട് മാറി എന്റെ വാക്കിന്റെ വില എവിടെ പോയി? അമ്മ വരുമ്പോ ഞാൻ സംസാരിച്ചു നോക്കാം. നീ സംസാരിച്ചാൽ എന്താ കാര്യം? കൂടപ്പുറപ്പല്ലേ, ഞാൻ സംസാരിച്ചിട്ട് വഴങ്ങിയിട്ടില്ല, പിന്നാണ് നീ കയറി സംസാരിച്ചിട്ട്. അഹങ്കാരം തന്നെ,
അത് കച്ചവടം വരുന്നത് അതിന്റെ അഹങ്കാരം. എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടാ ഞാൻ. ഒരെണ്ണല്ലേ ഉള്ളൂ കൂടപ്പുറപ്പ്, ഒരെണ്ണം. നിങ്ങളൊന്നും മിണ്ടാതിരി. എന്ത് മിണ്ടായിരിക്കും? ചേച്ചി വരുന്നത്. വായിച്ച് ഇങ്ങോട്ടിരിക്കും. എന്നെ ഇരുത്തിയൊന്നും വേണ്ട ആരും, ഞാൻ നിന്നോളാം. അമ്മ നമ്മളാ വസ്തു കൊടുക്കല്ലേ? വസ്തു കൊടുക്കണോ? നിനക്ക് വസ്തു ഉണ്ടോ കൊടുക്ക? എന്നാ നീ കൊടുക്ക്. എന്റെ വസ്തു ഞാൻ ആർക്കും കൊടുക്കുന്നില്ല. എന്താ കൊടുക്കാത്ത? എനിക്കിപ്പോ കൊടുക്കാൻ മനസ്സിലാത്ത. ഇന്നലെ എന്താ പറയാ കൊടുക്കാത്ത? എനിക്ക് അപ്പോഴും തോന്നി കൊടുക്കണം. ഇപ്പൊ എനിക്ക് കൊടുക്കണ്ടത്. എന്തെങ്കിലും വാക്ക് മാറല്ലേ? ആരെടുത്ത് പറഞ്ഞേ? എന്റെ സ്ഥലം വെക്കണം, ആ സ്ഥലം വെക്കണം എന്നറിയില്ലേ? രണ്ടും കൂടി കച്ചവടം ചെയ്യാൻ പറഞ്ഞല്ലേ? എനിക്ക് പറ്റത്തില്ല കൊടുക്കാൻ. ഞാൻ നേരെ അവിടെ ഇഷ്ടമല്ലേ? പിന്നെന്താ? ഒരു കാര്യം ഒരു സമയത്ത് ഒരെണ്ണം പറയാ അതങ്ങോട്ട് കൊടുത്തു എനിക്കൊരു ഗുണമുള്ള കാര്യമില്ലേ? അതെന്താ ചെയ്താ? എനിക്ക് ദോഷം വരട്ടെ, അവനും ഗുണം വരണം. ആര് പറഞ്ഞിട്ട് അത് കൊടുക്കരുത്? അതറിയണ ഞാൻ കൊടുക്കുന്നില്ല. അടിക്കാൻ വന്ന എല്ലാ കാര്യം പറഞ്ഞാണ് അമ്മ. അത് കാര്യമാക്കണ്ട. പോട്ട് അമ്മ. അമ്മ ഇവിടെ ഇരുന്നേ. വെറുതെ വയ്യാതെ ഇരുന്നിട്ട് ഉണ്ടാ വല്ല കാര്യം ഉണ്ടാ? ബി പി കൂടിയിട്ട് ഞാൻ മിണ്ടാതിരിക്കാങ്ങ്. ഞാൻ അവനെ ആങ്ങളെയും പെങ്ങളുമായിട്ടല്ല ഞങ്ങൾ വളർന്നത്. എന്റെ മോനായിട്ടാണ് ഞാൻ അവനെ വളർത്തിയത്. അത് നീ പറഞ്ഞോ. അവൾ എന്നെ അടിക്കാൻ വന്ന്. അടിക്കാനൊന്നും വന്നില്ല, അങ്ങനെയൊന്നും വന്നില്ല. അമ്മ കാര്യം പറഞ്ഞോളൂ. എനിക്ക് കാര്യം അത് ഇങ്ങനെയാണ് കാര്യം പറയുന്നത്. കൈയും ചുരുട്ടിക്കൊണ്ടാണ്, കൈ ഊങ്ങിക്കൊണ്ടാണ് എന്റെ അടുത്ത് കാര്യം പറയാൻ വരുന്നത്. ഞാൻ ആരാണ് അവന്റെ? ആ ദേഷ്യം വന്നപ്പോ കൈ ചൂണ്ടിയതല്ലോ ചേച്ചി. ഞാൻ ചൂണ്ടും, എന്നിട്ട് അവൻ എന്റെ ചൂണ്ടുവോ? എണീറ്റ് പോടായിരുന്നു. ഞാന് അമ്മയടുത്തൊന്ന് പറഞ്ഞു നോക്കി, പക്ഷേ അങ്ങോട്ട് അടുക്കുന്നില്ല. ആദ്യം സമ്മതിച്ചാണ്, പിന്നെ ഇപ്പൊ പെട്ടെന്ന് പറ്റില്ല പറയാ. ശരിയാണ്. ഇപ്പം എൻ്റെ സ്ഥലത്തിൻ്റെ മുമ്പുള്ള ചേച്ചിയുടെ സ്ഥലം കൂടി മേടിക്കുന്ന സ്ഥലം എന്നാലേ എൻ്റെ സ്ഥലത്തിനുണ്ടാവും എന്നൊക്കെ ഇപ്പോൾ അത് എങ്ങനെ ഇപ്പോൾ ചേച്ചി ഇതൊക്കെ മനസ്സിലാക്കി? അതാ നമ്മൾ ആ സമയത്ത് അമ്മ പറഞ്ഞ ആലോചിക്കട്ടെന്ന് പറഞ്ഞല്ലേ അല്ലേ? ആരെങ്കിലുമൊക്കെ ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അമ്മാവ. അവിടെ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് കാർട്ടൂൺ കാണുന്നു. കാണട്ടെ, കാർട്ടൂൺ കണ്ട് ചിരിക്കട്ടെ. അമ്മാവാ, ഇപ്പം അമ്മാവിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇങ്ങനൊരു ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് പറയണ്ടേ? ഞാൻ അതിൻ്റെ തഞ്ചത്തിൽ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇതെല്ലാം സെറ്റാക്കി തരുമോ? നമ്മളാരും പറഞ്ഞിട്ട് കേട്ടില്ല. എടാ, ഒന്നാമത് നീ ഇവിടെ ഉണ്ടോ? നിന്നെ കിട്ടണ്ടേ? നീ നാട് നേരാക്കാൻ നടക്കുന്ന രാഷ്ട്രീയക്കാരനല്ലേ? തിരക്കുള്ള നിന്നെ കിട്ടിയാലല്ലേ നിന്നോട് പറയാൻ പറ്റൂ. കുറച്ച് തിരക്കുകൾ ഉണ്ടായിപ്പോയി, എന്നാലും എന്നോടൊന്ന് പറയാമായിരുന്നു കേട്ടോ. ചേച്ചി അല്ലെങ്കിൽ ഒരു കാര്യം തീരുമാനിച്ച അത് വേണ്ടെന്നേ. ഇനിയിപ്പം അമ്മ അത് കൊടുക്കണില്ല എന്നുള്ള തീരുമാനമാണെങ്കിൽ കൊടുക്കണ്ട, അതങ്ങ് പോട്ടെ. ഇനിയിപ്പോൾ അമ്മാവന് ഇപ്പം അത് വിറ്റിട്ട് എന്താ എത്ര അത്യാവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ വിഷമമൊന്നും ആരോടും പറയാറില്ല. ഗിരിജോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ ചേച്ചി എപ്പോഴും എല്ലാവരോടും പറയും, അനുജൻ്റെ ചീരത്തോട്ടം എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് 100 നാവാ. ആ ചീരത്തോട്ടം ജപ്തി ചെയ്യാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിക്ക് സഹിക്കുമോ? അതാ ആരോട് പറയാം. അത് ഞാൻ കഴിഞ്ഞ വർഷം ഈ വാഴക്കൃഷി നടത്തിയിരുന്നല്ലോ. അത് ഈ ചീരത്തോട്ടത്തിൻ്റെ ആധാരം ബാങ്കിൽ വെച്ചിട്ടാ പൈസ എടുത്തിട്ട് വാഴത്തോട്ടം നടത്തി. മഴയത്ത് എല്ലാം നശിച്ചപ്പോൾ നഷ്ടം പറ്റില്ല. ആ പൈസ അടയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ചീരത്തോട്ടുള്ള സ്ഥലത്തിന് ജപ്തി വന്നേക്കണം. അപ്പം എൻ്റെ ഈ 30 സെൻറ്റ് സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ ഈ കടം വീട്ടാലോന്നാണ് ഞാൻ കരുതിയത്. അതിനിപ്പോൾ ഈ സ്ഥലം എടുക്കണവർ മുമ്പിലുള്ള ചേച്ചിയുടെ 5 സെൻറ്റ് കൂടി കിട്ടിയാലാണ് എൻ്റെ ഈ 30 സെൻറ്റിലേക്ക് വഴി ഉണ്ടാവുള്ളൂ. അത് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ എൻ്റെ സ്ഥലം അവർ മേടിക്കുള്ളൂ. അത് കൊടുക്കില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കച്ചവടമാവില്ല. അല്ല, സാരമില്ല, അത് പോട്ടെന്നേ. പിന്നെ
ചേച്ചി ഇതറിയണ്ട പാവം. ഞാൻ വേറെന്തേലും വഴിയുണ്ടോ? അമ്മാവ എന്തായാലും അമ്മാവ ഇത് എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. പറഞ്ഞെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്നിക്കാൻ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? പറഞ്ഞാലേ നമുക്ക് അതിൻ്റെ കൂടെ വന്ന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാം കൂടെ ഉണ്ട്. പക്ഷെ എന്തോ ചെയ്യാൻ പറ്റും? അമ്മ അമ്മയ്ക്കണ്ടേ? അല്ലേ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ആ വസ്തു വയ്ക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കണം. അമ്മയെ നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാം. എങ്ങനെ? നിങ്ങളെല്ലാം എൻ്റെ കൂടെ നിന്നാൽ മതി. എന്താ ചെയ്യണ്ടേ? പറയാം. തക്കിടുമോനെ, ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല. മിന്നുന്നതൊക്കെ പൊന്നാന്ന് കരുതുന്നവരുണ്ടല്ലോ, വിഡ്ഢികളാ. സയ്യമക്കളെ, അല്പന ഐശ്വര്യം വരുമ്പോൾ അർദ്ധരാത്രി കുട പിടിക്കും. അതെ. ഈ നന്ദിയും കടപ്പാടുമേ ഇല്ലാത്തൊരു ജീവിയാണ് മനുഷ്യൻ കേട്ടോ. ആ മക്കളെ, നന്ദിയും കടപ്പാടിൻ്റെയും കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ ഭർത്താവ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. തക്കുടുവാ, അപ്പൂപ്പൻ ആരേലും സഹായിച്ചിട്ടുണ്ടെങ്കിലേ അവർക്ക് വേണ്ടിയിട്ട് അപ്പൂപ്പൻ മാട് പോലെ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. മക്കളെ, പണ്ടൊരിക്കൽ ഈ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തുണ്ടല്ലേ, ഒരു പെണ്ണിൻ്റെ പിറകെ നടന്ന് നിരന്തര ശല്യമായിരുന്നു. പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ കൂടെ വന്ന് എടുത്തിട്ട് ചാമ്പിയപ്പോഴേ എൻ്റെ ഭർത്താവേ ഉണ്ടായിരുന്നുള്ള അന്ന് അതിന് ഉത്തരവാദിത്വം നിൽക്കാനും സഹായിക്കാനും ഒക്കെ. ഇല്ല, എല്ലാവരും അങ്ങ് മറന്നുപോയി അതൊക്കെ. അയ്യോ, എന്തൊരു താല്പര്യം ചോദിക്കാൻ. പഠിത്തത്തിന് ഒന്നും കാണുന്നില്ലല്ലോ, എല്ലാം അറിയണം. അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ എന്താ പറഞ്ഞേ? അതെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ആ, ചായ റെഡിയല്ലേ? അപ്പം പറഞ്ഞതുപോലെ അമ്മ വരുന്നു, നിങ്ങൾ ചായ കൊണ്ടുവരുന്നു, ചായ കുടിക്കുന്നു, അമ്മാവന് നെഞ്ചുവേന വരുന്നു. നന്നായിട്ടത് ചെയ്യണം. നെഞ്ചുവേന പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കരഞ്ഞ് വിളിക്കണം. കരഞ്ഞ് വിളിക്കുമ്പോൾ പറയാനുള്ള കാര്യം അറിയാല്ല. കരയാനും പറയാനൊക്കെ ഞങ്ങള് മതി ഇല്ലൂടെ? ആ, അതൊക്കെ ഓക്കെ. പക്ഷേ നമ്മൾ വിഷയം അത്രയും ഗൗരവമായിട്ട് തന്നെ അവതരിപ്പിക്കണം. അമ്മാവനാണ് എനിക്ക് പേടി. അല്ല, ഞാൻ നന്നായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യും. ചെറുപ്പത്തിലൊക്കെ നാടകം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഫലവത്താവുമെന്നാണ് ഇപ്പം എൻ്റെ ഒരു പേടി. ആ പേടി എനിക്കുണ്ട്. കാരണം ഐഡിയ എൻ്റെ അല്ലേ. തന്നെ നെഗറ്റീവ് എന്ന് പറയല്ലേ, നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്യും. ചെയ്യണം. ഞാനല്ലേ അമ്മാവൻ ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കണം. എല്ലാവരും സഹകരിക്കണം. കരഞ്ഞോളാം. അതല്ല, അയ്യോ അമ്മ, അല്പം ചായ എടുത്താലോ? എടുത്താലോ? എടുക്കും. അമ്മയ്ക്ക് മധുരം ഇല്ലാതെ എടുത്തോ അല്ലേ അമ്മ? ചായ. അമ്മേ ചായ. ഏതാ അമ്മയ്ക്കുള്ളത്? ഇത് തന്നെ ആയിരിക്കും. ഇത് എനിക്കുള്ളത്. അമ്മാവനോ? അമ്മാവനുമുണ്ട് ചായ. എനിക്ക് ചായ വേണ്ട. അമ്മാവ് കുടിക്കമ്മാവാ? വേണ്ട. ആ വേണ്ട. വസ്തു വെക്കാത്തതിന്റെ ടെൻഷൻ ആണെന്ന് തോന്നുന്നു. നീ നിലത്ത് വീണാ നിന്നെ ഞാൻ അവിടെ ചവിട്ടി താഴ്ത്തും. അവന്റെ നാടകം. എടാ, റൊണാൾഡോ വന്ന് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ്. ഒരു കാര്യം ചെയ്യേ, ഇങ്ങനെ ഒരു കാര്യം വന്നാൽ എൻ്റെ കൂടെ വേണം ആദ്യം പറയാനുള്ളത്. ഞാൻ സാധിച്ചു തരത്തില്ലായിരുന്ന? വസ്തു വിൽക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. നിന്റെ 30 സെന്റും എൻ്റെ 5 സെന്റും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ?